ശ്രീമതി സ്വപ്ന പട്രോണിസ്, കോൺഗ്രസ് നേടിയ വിജയം യഥാർത്ഥത്തിൽ അതിന്റെ ഘടകങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തോട് ജനങ്ങൾക്ക് വലിയ തോതിൽ അസംതൃപ്തി ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല BJP ശിഥിലമായി പോയിരുന്നു, BJP പിളർന്നിരുന്നു, അവരുടെ വോട്ട് ബാങ്കുകൾ ഛിന്നഭിന്നമായി പോയിരുന്നു. അങ്ങനെ വളരെ മോശം സാഹചര്യത്തിലാണ് BJP ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കോൺഗ്രസിന്റെ നേട്ടം എന്നതിലുപരി BJPയുടെ വീഴ്ചയായി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നവരായിരിക്കും അധികവും. അതുകൊണ്ടാണ് HD കുമാരസ്വാമിയുടെ പാർട്ടിക്ക് അവിടെ വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചതും. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് എന്തെങ്കിലും അവകാശപ്പെടാനുണ്ടോ ഈ വിജയത്തിൽ? ഡെഫിനറ്റ്ലി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇവിടെ കർണാടകയിൽ വന്നിട്ടുള്ള എല്ലാ വിജയങ്ങൾക്കും കാരണം ശ്രീ രാഹുൽ ഗാന്ധിയുടെയും സോണിയാജിയുടെയും എല്ലാ നേതൃത്വത്തിന്റെ ഫലമായിട്ട് മാത്രമാണ് ഇത്രയധികം വിജയം. കേവല ഭൂരിപക്ഷമായി 113 കടന്ന് കോൺഗ്രസ് ഒരു ഒറ്റകക്ഷിയായി ഗവൺമെന്റ് ഫോം ചെയ്യാൻ പോകുന്ന ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. അത് കോൺഗ്രസ് ഒരിക്കലും ഒരു നെഗറ്റീവ് പൊളിറ്റിക്സിന്റെ പേരിൽ ഒരിക്കലും ഒരു വാദത്തിന് മുതിർന്നിട്ടില്ല. കോൺഗ്രസ് എപ്പോഴും കർണാടകയിലാണെങ്കിലും ഒരു ഡെവലപ്മെന്റൽ പൊളിറ്റിക്സ്, ഒരു ഡെവലപ്മെന്റൽ മോഡൽ ആണ് കർണാടകക്ക് വേണ്ടിയും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയും കോൺഗ്രസ് എന്നും നിലനിന്നിട്ടുള്ളത്. അതായത് ഒരു IT ഹബ്ബായി ബാംഗ്ലൂർ എങ്ങനെ രൂപപ്പെട്ട് അത് കോൺഗ്രസിന്റെ ഒരു വിഷൻ, കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിഷൻ കൊണ്ട് മാത്രമാണ് IT ഹബ്ബ് ആയി ബാംഗ്ലൂർ ഇന്ന് ലോകം മുഴുവൻ പ്രശസ്തമായത്. ഈ 2004 മുതൽ ഒരു സുസ്ഥിര ഭരണം കർണാടകയിൽ സംഭവിച്ചിട്ടില്ല. അതൊരു നെഗറ്റീവ് ഫാക്ടർ. പക്ഷെ ഒരിക്കലും കോൺഗ്രസ് അതൊരു നെഗറ്റീവ് പൊളിറ്റിക്സിന്റെ എജൻഡ ആയിട്ട് കർണാടകയിൽ മത്സരിച്ചിട്ടില്ല. ശരി, ഇതൊരു ദേശീയ വിഷയങ്ങളുടെ കൂടി പ്രതിഫലനമാണെങ്കിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ നിലപാടുകളും ദേശീയ രാഷ്ട്രീയവും കൂടി പ്രതിഫലിച്ച തെരഞ്ഞെടുപ്പായി കോൺഗ്രസ് കാണുന്നുവെങ്കിൽ BJP 3ാം സ്ഥാനത്താകും അടുത്ത പൊതു തെരഞ്ഞെടുപ്പിലും എന്ന ആത്മവിശ്വാസം കോൺഗ്രസിന്റെ വക്താക്കൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ വെങ്കയ്യ നായിഡുവിന്റെ പ്രതികരണം വന്നതുപോലെ എന്തുകൊണ്ടെന്നാൽ അതിനൊരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകാം എന്ന് കോൺഗ്രസ് ചിന്തിക്കുന്നില്ല, കർണാടക ചിന്തിക്കുന്നത് പോലെയാണ് രാജ്യം മുഴുവൻ ചിന്തിക്കുന്നത് എന്ന ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകാമല്ലോ? അതെ, ഡെഫിനറ്റ്ലി 2014 ഇലക്ഷൻ, ലോക്സഭ ഇലക്ഷൻ വരുമ്പോൾ 28 ലോക്സഭാ സീറ്റ്സ് ആണ് കർണാടകയിലുള്ള. ആ 28 സീറ്റും കോൺഗ്രസ് വിജയിച്ചിരിക്കും. അതുപോലെ തന്നെ ഈ വർഷം നടക്കാൻ പോകുന്ന ബാക്കിയുള്ള അസംബ്ലി ഇലക്ഷൻസ് ഛത്തീസ്ഗഡും ഡൽഹിയും മധ്യപ്രദേശും രാജസ്ഥാനിലും കൂടി കോൺഗ്രസ് വിജയിക്കും. ഈ കർണാടക ഇലക്ഷൻസ് ഒരു തുടക്കം മാത്രമാണ് ഭാവിയിലേക്കുള്ള ലോക്സഭ ഇലക്ഷൻസിന് വേണ്ടി. ഇതൊരു ഉത്തേജനമാണ്. ഈ വിജയം കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാർക്കും കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ ഉത്തേജനമാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി ജനങ്ങൾ, ഇന്ത്യയിലെ മൊത്തം ജനങ്ങൾ കോൺഗ്രസിന്റെ ഒപ്പം ഉണ്ടാകും എന്നൊരു തുടക്കം മാത്രമാണ്. ഒരു സുസ്ഥിര ഭരണം എന്നും കോൺഗ്രസ് കാഴ്ചവെക്കും. ഒരു ഡെവലപ്മെന്റൽ പൊളിറ്റിക്സ് ആണ് കോൺഗ്രസ് കാഴ്ചവെക്കുന്നത്. അവിടെ ഒരു നെഗറ്റീവ് അജണ്ടയല്ല എന്നും കോൺഗ്രസിനുണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ത്യ ഇത്രയധികം വികസിച്ച്, കൂടാതെ ബാംഗ്ലൂർ ഒരു IT ഹബ്ബായിട്ട് വികസിച്ച് അവിടെ അടുത്ത ഒരു 5 വർഷത്തേക്ക് ഒരു സുസ്ഥിര ഭരണം ഒരു ചീഫ് മിനിസ്റ്ററിന്റെ നേതൃത്വത്തിൽ, അല്ലാതെ കഴിഞ്ഞ ഭരണകാലത്ത് ഉണ്ടായ ചീഫ് മിനിസ്റ്റേഴ്സോ അല്ലെങ്കിൽ 2 പാർട്ടിയായിട്ട് പിളർന്ന് ഇന്ന് KJPയോ ഇന്ന് BSR കോൺഗ്രസോ ഉണ്ടായത് പോലെ അല്ല കോൺഗ്രസ് ഭരിക്കാൻ പോകുന്ന. വളരെ നന്ദി ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്തതിന് ശ്രീമതി സ്വപ്ന പട്രോണിസ്.